ഈ ഒരു സ്ഥാപനം നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ രക്ഷാകർത്താക്കൾക്കും ഉപകാരപ്പെടണം എന്ന് നിർബന്ധമുണ്ട്. ഞങ്ങളുടെ ഒരു ടാഗ് ലൈൻ തന്നെ വിദേശ പഠനം ഇനി സുരക്ഷിതം എന്നാണ്. കാരണം നമ്മുടെ രക്ഷാകർത്താക്കൾക്ക് ഏറ്റവും ഭയമുള്ള കാര്യമാണ് നമ്മുടെ കുട്ടികൾ വിദേശത്ത് പോകുന്നതും അവിടെ പഠിക്കുന്നതും എങ്ങനെയായിരിക്കും അവരുടെ സാഹചര്യം എന്നൊക്കെ ഉള്ളത്. നമ്മൾ ചില വിദേശ സർവകലാശാലകളിലൊക്കെ പോകുമ്പോൾ വളരെ ആശങ്കപ്പെടുന്ന സാഹചര്യമൊക്കെ ചിലയിടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു കുട്ടി വിദേശ നാട്ടിലെ ഒരു കലാശാലയിൽ പ്രവേശനം കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ ഒരു നടുറോഡിൽ ഉപേക്ഷിക്കുന്ന പോലെയുള്ള ഒരു ചിന്താഗതിയല്ല നമുക്ക്. ആ കുട്ടിയെ വിടാതെ പിന്തുടരണം. കാരണം ആ കുട്ടി പഠിച്ച് അവിടെ വിദ്യാഭ്യാസം നേടിയതിനു ശേഷം അവിടെ ജോലി വാങ്ങുകയോ അതല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് തന്നെ മടങ്ങി വരികയോ ചെയ്യുന്ന സാഹചര്യത്തെക്കുറിച്ചാണ് നമ്മളെപ്പോഴും ആലോചിക്കുന്നത്. നമ്മളൊരിക്കലും ഇന്ത്യയെ കുറച്ച് കാണരുത്. ഏറ്റവും വേഗത്തിൽ വളരുന്നൊരു വിപണിയാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി മാറിയിട്ടുള്ള ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തന്നെ തലയുയർത്തി നിൽക്കുന്നത് നമ്മൾ അതിവേഗം വളരുന്നത് കൊണ്ടാണ്. ഒരു ലോകശക്തിയായി വളരെ വൈകാതെ ഇന്ത്യ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും നല്ല യൂത്ത് ഫോഴ്സുള്ള യങ് ജനറേഷൻ, ചൈതന്യമുള്ള യുവജനങ്ങളുള്ളതും യുവതലമുറയുള്ളതുമൊക്കെ നമ്മുടെ നാട്ടിലാണ് എന്നൊക്കെ നമുക്ക് അഭിമാനം കൊള്ളാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ മടങ്ങി വന്നാലും, പണ്ട് നമ്മൾക്കൊക്കെ വളരെ തുച്ഛമായ ശമ്പളം കിട്ടിയിരുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് ഇന്ത്യ വളരെ വേഗം മാറുന്നു എന്നുള്ള അത്ഭുതകരമായ കാഴ്ചയുണ്ട്. നിങ്ങൾ മടങ്ങി വന്നാലും നിങ്ങൾക്ക് നല്ല ജോലി ഇവിടെ സമ്പാദിക്കാൻ കഴിയും. കാരണം ആ രീതിയിൽ നമ്മുടെ വിദേശത്തു നിന്നൊക്കെ കലാശാലകൾ ഇവിടെ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നു. വലിയ വലിയ സംരംഭങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകുന്നു, കേരളത്തിലുണ്ടാകുന്നു. ഇവിടെ മടങ്ങി വന്നാലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം, അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അതല്ല നിങ്ങൾക്ക് തോന്നുകയാണ് വിദേശ നാട്ടിലാണ് കുറച്ചുകൂടി നമുക്ക് ജീവിക്കാൻ നല്ല ചുറ്റുപാടും തോന്നിയാൽ നിങ്ങൾക്ക് അവിടെ തുടരാം. ഇതിപ്പോൾ നമ്മൾ ശരിക്കും കുട്ടികളെ ഇവിടെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് ആശങ്കയില്ലാതെ വീട്ടിലിരിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. കാരണം നിങ്ങൾക്കറിയുന്നത് പോലെ ഒരുപാട് ജനോപകാരപ്രദമായ കാര്യങ്ങൾ ഇതിനകം തന്നെ 24 ഫ്ലവേഴ്സും ചെയ്തിട്ടുണ്ട്. നമ്മളത് ഇപ്പോഴും തുടരുകയാണ്. ലാഭേച്ഛ മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളൊക്കെ നല്ല യൂണിവേഴ്സിറ്റികളിൽ പഠിക്കണം. നിങ്ങൾക്കറിയുന്ന പോലെ ചില യൂണിവേഴ്സിറ്റികളിൽ ഒരു കാരണവശാലും നമ്മുടെ കുട്ടികളെ അയക്കരുത് എന്നുകൂടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. കാര്യം ആ കലാശാലകളിലൊക്കെ തന്നെ കൂണുപോലെ മുളച്ചു പൊങ്ങുന്ന ഒരുപാട് കോളേജുകളൊക്കെ അവർ സ്ഥാപിച്ചു വയ്ക്കും. പക്ഷേ അതിനൊക്കെ എത്രമാത്രം ക്വാളിറ്റി ഉണ്ട്, ഇന്ത്യയിൽ അതിന് അംഗീകാരമുണ്ടോ എന്നൊക്കെ സംശയമുള്ളത് കൊണ്ട് അവിടേക്കൊന്നും നമ്മൾ ആരെയും അയക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ സ്ഥാപനം നമ്മൾ തുടങ്ങാൻ ഇത്തിരി ലേറ്റായി പോയി. നമുക്ക് ആ ഒരു ചിന്തയൊന്നുമില്ല. ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത് ചില ചരിത്ര നിയോഗം മൂലമാണ്. ഇത് 24ൻ്റെ ഒരു നിയോഗമാണ് എന്നാണ് നമ്മൾ ധരിക്കുന്നത്. കാരണം വിദേശ നാടുകളിലേക്ക് ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നേടി അവർ വിദേശത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ IELTS കോഴ്സ് നമ്മൾ ആരംഭിക്കാൻ തീരുമാനിച്ചത്. ഈ കോഴ്സ് നിങ്ങൾക്ക് അറിയുന്ന പോലെ 12,000 രൂപ കൊടുത്ത് കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നൊരു കോഴ്സാണ്. അതാണ് നമ്മൾ പൂർണ്ണമായും സൗജന്യത്തിലാക്കിയത്. കാര്യം അത്യാവശ്യം വീട്ടിൽ സമ്പത്തില്ലാത്ത കുട്ടികൾക്ക് കൂടി വിദേശ ഭാഷകൾ പഠിക്കാനും വിദേശ നാടുകളിലേക്ക് ചേക്കേറാനുമുള്ള ഒരവസരം നിങ്ങൾക്ക് നൽകുകയാണ് ഇതിലൂടെ ഞങ്ങൾ ഉദ്ദേശിച്ചത്. കാരണം അല്ലാതെ ഇതൊരു കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ 12,000 രൂപ സൗജന്യമാക്കി നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതല്ല. കാരണം എല്ലാ തരം സാമ്പത്തിക ശാസ്ത്രമുള്ള ആളുകൾക്കും ഇതിൽ പങ്കെടുക്കാൻ പറ്റണം. പിന്നീട് നമ്മളുടെ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ശ്രമിക്കുന്നത് ഒരു കുടുംബ അന്തരീക്ഷം സ്ഥാപനത്തിൽ ഉണ്ടാക്കാനാണ്. 24 ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം. അപ്പം നമ്മളിപ്പോൾ മോർണിംഗ് ഷോ മുതൽ ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് മോർണിംഗ് ന്യൂസ് മുതൽ നമ്മൾ ആരംഭിക്കുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ 85 ലക്ഷം കേബിൾ ഭവനങ്ങളിൽ ഇരുന്ന് ആളുകൾ നമ്മളെ ശ്രദ്ധിക്കുന്നതും വളരെ ഉത്തരവാദിത്വം, നമ്മൾ തമാശയൊക്കെ പറയും, പക്ഷെ എന്നാലും വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു സൊസൈറ്റിയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ IELTS കോഴ്സ് പഠിപ്പിക്കുന്ന ശ്രീ വിജയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു മനസ്സിൽ കാണുന്നത് നമ്മുടെ കുട്ടികൾക്ക് ധന്യമായ ഒരു വിദ്യാഭ്യാസം ലഭിക്കണം, അതിലൂടെ അവർക്ക് വിദേശ നാടുകളിൽ സുരക്ഷിതമായി പോകണം, അവിടെ ഭാഷ അവർക്കൊരു അന്യതാബോധം ഉണ്ടാക്കരുത് എന്നൊക്കെയുള്ള ഒരാഗ്രഹമാണ്. അപ്പോൾ നമുക്ക് ഈ കുടുംബങ്ങളിൽ താമസിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ദൗർബല്യം അമ്മമാരാണ്. കാര്യം ഞാൻ ഈ 24-ലൊക്കെ ഈ മോർണിംഗിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഈ അമ്മമാരുടെ ഒരു സാന്നിധ്യം എപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാര്യം അമ്മമാരാണല്ലോ ജീവിതത്തിലെല്ലാം. നമ്മൾ ആരാണെന്ന് പറഞ്ഞാലും ഒരമ്മയുടെ ഗർഭപാത്രത്തിലാണ് നമ്മളെല്ലാം പിറവി കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ അമ്മയെ വിട്ടൊരു കളി നമുക്കില്ല. അതുപോലെയാണ് അച്ഛനും
ബാപ്പയും അപ്പച്ചനും ഒക്കെ. നമ്മളപ്പോൾ അവരുടെ ഭയപ്പാടുകളില്ലാത്ത ഒരു വിദ്യാഭ്യാസ അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ധർമ്മം എന്ന് ഞങ്ങൾ കരുതുന്നു. അപ്പം നമ്മുടെ വഴികളിൽ പിഴവുകൾ ഉണ്ടാകരുത് എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. കുട്ടികൾ വിദേശ നാടുകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർക്ക് പ്രശ്നം ഉണ്ടാകരുത്. അതുകൊണ്ടാണ് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല ട്രാവൽ ഏജൻസി, നല്ല ഏജൻസികളിലൊന്നായ അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ അവരെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുപോലെ വിസ കാര്യങ്ങളിലും ഒക്കെ തന്നെ പിഴവുണ്ടാകാതിരിക്കാൻ നമ്മൾ ചതിക്കും. അതുപോലെ ഫോറക്സിൻ്റെ കാര്യത്തിലായാലും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ലുലു ഫോറക്സിനെയാണ് കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലോകത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ബ്രാൻഡുകൾ അണിനിരത്താനും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. 1,00,000 കോഴ്സുകളിലേക്ക് നമുക്ക് അഡ്മിഷൻ നേടാൻ കഴിയുമോ എന്ന് ആശങ്കപ്പെട്ട ചില ആൾക്കാരുണ്ട്. അത്തരം ഒരു ബന്ധം ഈ കലാശാലകളിലുമായി ഉണ്ടാക്കാനുള്ള വഴി ഒരുക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ 24 സ്റ്റഡി അബ്രോഡ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ 24 സ്റ്റഡി അബ്രോഡ് പോലെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്, വിദേശ നാടുകളിലുണ്ട്. ഇപ്പോൾ 24 വാർത്താ ചാനൽ ആരംഭിക്കുമ്പോൾ തന്നെ കേരളത്തിൽ ഇഷ്ടംപോലെ വാർത്താ ചാനലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാകാം, ജനങ്ങൾക്ക് എങ്ങനെ നന്മയുണ്ടാക്കി കൊടുക്കാം, ജനോപകാരപ്രദമായ രീതിയിൽ എങ്ങനെ പ്രവർത്തിക്കാം എന്നുള്ളതിൻ്റെ തെളിവ് കഴിഞ്ഞ 6-7 വർഷമായി 24 തെളിയിക്കുന്നുണ്ട്. 10-12 വർഷമായിട്ട് ഫ്ലവേഴ്സും അത് തെളിയിക്കുന്നുണ്ട്. ജനങ്ങളുടെ തോളിൽ കൈയിടുക, അവരിൽ ഒരാളായി മാറുക, അവരുടെ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് വരിക, അവരുടെ പ്രശ്നങ്ങൾ അത്ഭുതപ്പെടുന്ന രീതിയിൽ പരിഹരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് വിശ്വസിക്കുന്ന വലിയൊരു സംഘം ആളുകളാണ് ഈ സംരംഭത്തിൻ്റെയൊക്കെ പിന്നിൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം എപ്പോഴും ഇപ്പം നമുക്ക് ഈ വാർത്താ ചാനലിലുള്ള ആളുകൾ ദൂരെ മാറി നിന്ന് കാണുന്ന കളിയല്ല ഈ 24 സ്റ്റഡി അബ്രോഡിൻ്റെ. ഇതിൽ വളരെ സജീവമായ സാന്നിധ്യം അവരുടെയും ഉണ്ട്. ഈ വേദിയിലിരിക്കുന്ന എല്ലാവരും അതുമായി ബന്ധപ്പെടുന്നവരാണ്. അപ്പം നിങ്ങൾക്ക് ഈ സ്ഥാപനത്തെ വിശ്വസിക്കാം. ഈ സ്ഥാപനം നമ്മൾ ആരംഭിക്കുമ്പോൾ ഇതെൻ്റെ ഗ്യാരണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പ്രഭാതത്തിൽ നമ്മൾ 24 സ്റ്റഡി അബ്രോഡിൻ്റെ തിരശ്ശീല ഉയർത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എപ്പോഴും എനിക്ക് ഏതൊരു സ്ഥാപനം തുടങ്ങിയതിനേക്കാളും വളരെ വളരെ ശ്രദ്ധയോടെയാണ് ഞാൻ ഈ സ്ഥാപനത്തെ കാണുന്നത്. ഞാൻ എപ്പോഴും ഒരു മുന്നൊരുക്കങ്ങളും മുൻകരുതലുകളും ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിൽ വേണം എന്ന് നിർബന്ധം പിടിക്കുന്ന ആളാണ്. കാര്യം ഞാനും നിങ്ങൾക്കറിയുന്ന പോലെ ഒരു മാഷായിരുന്നു. ഒരു കോളേജിൽ, തൃശ്ശൂരിലെ കേരളവർമ്മ കോളേജിൽ കുറച്ചധികം കാലം മാഷായിരുന്നു. മാത്രമല്ല ഞാൻ ഈ നാട്ടിലെ പല ട്യൂട്ടോറിയലുകളും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വിദ്യാർത്ഥി മനസ്സെന്താണെന്നും ഒരു വീട്ടമ്മ എന്താണ് വിദ്യാർത്ഥിയെ ലക്ഷ്യം വയ്ക്കുന്നതെന്നൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു അധ്യാപകൻ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ മാഷിന് പിഴവ് പറ്റാൻ പാടില്ല, കുട്ടിക്ക് പിഴവ് പറ്റിയാലും മാഷിന് പിഴവ് പറ്റാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ട് നമ്മളെല്ലാ കാര്യത്തിലും ചില മുന്നൊരുക്കങ്ങളൊക്കെ നടത്താറുണ്ട്. മാത്രമല്ല നമ്മൾ കുട്ടികളെ അയക്കുന്ന സ്ഥാപനങ്ങളെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ അന്വേഷിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ സ്ഥാപനത്തിലേക്കൊക്കെ ആളുകളെ അയക്കുന്നത്. കാര്യം നിങ്ങൾ ഒരിക്കൽ ഈ പ്രവേശനം നേടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്വം അവസാനിക്കുന്നുവെങ്കിലും ഞങ്ങളുടെ ഉത്തരവാദിത്വം അവിടെ തുടങ്ങുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. വളരെ ഈ രംഗത്ത് ഒരുപാട് പ്രായോഗിക പരിചയം നേടിയ സജിയെ പോലെയും ശ്രീധർജിയെ പോലെയൊക്കെയുള്ള ആളുകളും ഈ ബാബു സെബാസ്റ്റ്യൻ സാറിൻ്റെ കൂടെയുണ്ട്. പിന്നെ മാത്രമല്ല വലിയൊരു സംഘം മറ്റുള്ളവരും ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് നാളെ ഞാൻ സ്വപ്നം കാണുന്നത് 24 പോലെയോ ഫ്ലവേഴ്സ് പോലെയോ വലിയൊരു ലോകത്തിലെ ബ്രാൻഡായി ഈ സ്ഥാപനം വളരും എന്നുള്ളതാണ്. കാരണം അത്രയും വളരെ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് തന്നെ ഇത്രയും വളരാൻ കഴിഞ്ഞെങ്കിൽ ലോകത്തിൻ്റെ മിക്ക സർവകലാശാലകളിലും നമുക്ക് പറന്നെത്താൻ താല്പര്യമുള്ള വിദ്യാലയങ്ങളിലൊക്കെ തന്നെ ഈ സ്ഥാപനം വലിയൊരു നാമധേയമായി മാറും എന്നെനിക്ക് പ്രതീക്ഷയുണ്ട്. കാര്യം ഞങ്ങളുടെ ഒരു ഡ്രീമി ആയിട്ടുള്ളൊരു ചിന്തയായിരുന്നു ഇതൊന്നും ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഡ്രീമൊക്കെ വിട്ട് ആ ഡ്രീം കംസ് ട്രൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നു. ഇതൊരു യാഥാർത്ഥ്യമായി. അപ്പോൾ ഇതിന് ഏറ്റവും എനിക്ക് സന്തോഷകരമായ കാര്യം ഈ ഡോക്ടർ വിദ്യാ വിനോദ് എന്ന് പറയുന്ന നമ്മുടെ ഡയറക്ടർമാരിൽ ഒരാൾ, അവിടെ സ്റ്റഡി വേൾഡിൻ്റെയൊക്കെ ചീഫായിരിക്കുന്ന, എൻ്റെ CEO ഒക്കെ ആയിരിക്കുന്ന ഡോക്ടർ വിദ്യ നമ്മുടെ ഈ സർവകലാശാല വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് ചരിത്രം എഴുതിയിട്ടുള്ളൊരു വനിതയാണ്. കേരളത്തിലെ കണ്ണൂരിൽ നിന്ന് ദുബായിലെത്തുകയും എരിയഡ് വാട്ട് പോലെയുള്ള ലോകപ്രശസ്തമായ സർവകലാശാലകൾ അവിടെ നടത്തുകയും എൻ്റെ അമരത്തിരിക്കുകയും 14,000 വിദ്യാർത്ഥികളെ നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ വളരുകയൊക്കെ ചെയ്ത ഒരു ഒന്നാം തരം സംരംഭകയാണ് ഡോക്ടർ വിദ്യാ വിനോദ്. ഈ പടിഞ്ഞാറൻ യൂണിവേഴ്സിറ്റികളിൽ നിന്നും അതുപോലെ യൂറോപ്യൻ കലാശാലകളിലൊക്കെ പോയിട്ട് സ്വന്തമായിട്ട് ഒരു മേൽവിലാസം ഉണ്ടാക്കിയിട്ടുള്ള ദുബായ് സെറ്റിൽ ചെയ്തിരിക്കുന്ന ഒരാളാണ് ഡോക്ടർ വിദ്യ. അവരാണ് നമ്മുടെ അക്കാദമിക് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. ബാബു സെബാസ്റ്റ്യൻ സാറാണ് ഇതിൻ്റെ മേധാവിയെങ്കിലും ഇതിൻ്റെ അക്കാഡമിക് കാര്യങ്ങളിൽ നിയന്ത്രിക്കാൻ ഡോക്ടർ വിദ്യാ വിനോദും ഇതിൻ്റെ ഭരണപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ CS ശ്രീരാജുമാണ് ഉള്ളത്. മറ്റുള്ള ആളുകളെല്ലാം തന്നെ ഇതിൻ്റെ കൂടെയുണ്ട്, ഇതിനോടൊപ്പം ഉണ്ട്. അപ്പം നമുക്ക് ഒരുപക്ഷെ ഈ പ്രൊഫഷണൽ കാഴ്ചപ്പാടിലൂടെ ഈ കലാശാല വിദ്യാഭ്യാസം എങ്ങനെ ജനകീയമാക്കാമെന്ന് തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ച ഡോക്ടർ വിദ്യയെ പോലെയുള്ളവരുടെ സാന്നിധ്യവും ഉപദേശവും
അവരുടെ വിഷണറി ആയിട്ടുള്ള ചിന്താഗതിയും ഒക്കെ തന്നെയായിരിക്കും ഈ സ്ഥാപനത്തെ അതിവേഗം വളർത്താൻ പോകുന്നത്. ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ സാറ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരാൾ തന്നെയാണ്. കലാശാല വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് MG യൂണിവേഴ്സിറ്റി തുടങ്ങിയ കാലത്താണ് അദ്ദേഹം അവിടെ VC ആയിട്ടുള്ളത്. അതുപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റി തന്നെ വലിയൊരു പരീക്ഷണമായിരുന്നു. അപ്പോൾ ഈ 2 സ്ഥലങ്ങളിലും കുട്ടികളുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് വിവിധ കോഴ്സുകളുമായും ബന്ധപ്പെട്ട് അതുപോലെ പുതിയ പുതിയ അക്കാദമിക് വിദ്യാഭ്യാസ രംഗങ്ങളിൽ പുതിയ പന്താവുകൾ വെട്ടിത്തുറക്കാമെന്ന് തെളിയിച്ച ഒരാളാണ് ഇതിൻ്റെ അമരത്തിരിക്കുന്നത്, ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെയുള്ള ദിഷണാശാലികളായ ആളുകളുടെ സാന്നിധ്യം കൊണ്ട് ഈ സ്ഥാപനം സാധാരണഗതിയിൽ വളരുന്നതിനേക്കാളും വേഗത്തിൽ വളരുമെന്നും ഇത് നമ്മുടെ കേരളത്തിലെയും കേരളത്തിന് പുറത്തുള്ള, ഇവിടെ മാത്രമല്ല മുംബൈയിലും ഡൽഹിയിലും ദുബായിലും അമേരിക്കയിലും അതുപോലുള്ള മറ്റുള്ള ചെന്നൈയിലുമൊക്കെ നമ്മുടെ ഓഫീസുകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഇതിൻ്റെ ബ്രാഞ്ചുകൾ നമ്മൾ ആരംഭിക്കും. കോഴിക്കോടും തിരുവനന്തപുരത്തും ഒക്കെ ഇതിൻ്റെ ബ്രാഞ്ചുകൾ വരുന്നുണ്ട്. അപ്പോൾ അവിടേക്കുള്ള പ്രത്യേകിച്ച് നമ്മൾ ആദ്യം മലയാളി കുട്ടികളെയാണ് ലക്ഷ്യം വയ്ക്കുന്നതെങ്കിലും അത് കഴിയുമ്പോൾ നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക്, നമ്മുടെ ഡോക്ടർ കിഷോർ ഹാസ് കം ഫ്രം രാജസ്ഥാൻ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്കൊക്കെ തന്നെ ഡോക്ടർ കിഷോർ സിമാനിയൊക്കെ നമ്മൾ രാജസ്ഥാനിൽ നമ്മൾ ഉപദേശിക്കുന്ന ടൈം വിൽ കം, ഐ ആം വെരി ഷുവർ. അതുകൊണ്ട് നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും പടരും എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് സർട്ടിഫിക്കറ്റ് നേടുന്നവരും പുതിയതായി പ്രവേശനം നേടുന്നവരെയൊക്കെ ആശംസിച്ചുകൊണ്ട് നിങ്ങളെ കാത്തിരിക്കുന്നൊരു നല്ല പ്രഭാതമാണ് എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇതൊരു വലിയ വിജയമാക്കാൻ എത്തിച്ച എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഇനി നമുക്ക് ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. ഈ യാത്രയൊന്നുമായിട്ടില്ല, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. പിച്ച വയ്ക്കുകയല്ല, നമ്മൾ ഇത്തിരി വേഗത്തിൽ നടക്കാൻ തുടങ്ങി എന്നുള്ള സന്തോഷം എനിക്കുണ്ട്. അപ്പം നമ്മൾ കുറച്ചുകൂടി വേഗം ആർജിക്കും, കുറച്ചുകൂടെ സ്പീഡിൽ പോകും. നമുക്ക് അകലെ എവിടെയോ ഒരു നല്ല സൂര്യൻ നമുക്കായിട്ട് ഉദിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ സൂര്യനെ എത്തിപ്പിടിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. നിങ്ങളെല്ലാം അനുമതിയോടെ ഞാനിത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എപ്പോഴും നിങ്ങൾക്കൊപ്പം ഞാനുണ്ടാകും. ഗുഡ് ബൈ. സ്റ്റഡി അബ്രോഡിൻ്റെ ലക്ഷ്യം എന്താണ്, അതിൻ്റെ പ്ലാനും പദ്ധതിയും എന്താണ് എന്ന് തുടങ്ങിയ വിശദമായി വിശദീകരിക്കുകയായിരുന്നു എസ്കേൻ. ഇത് അവിടെ 24 സ്റ്റഡി അബ്രോഡിൻ്റെ നേതൃത്വത്തിൽ വിജയദശമി ദിനത്തിൽ നടക്കുന്ന വിദേശ പഠനത്തിൻ്റെ വിദ്യാരംഭം കുറിക്കൽ ചടങ്ങാണ് ഏതാണ്ട് അതിൻ്റെ സമാപ്തി ഘട്ടത്തിലേക്ക് പോകുന്നത്. 24 സ്റ്റഡി അബ്രോഡ് ചാൻസലർ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ അടക്കമുള്ളവർ ആ വേദിയിലുണ്ട്. എല്ലാവരുമുണ്ട്, പ്രധാനപ്പെട്ട ആളുകളൊക്കെ അതിൻ്റെ സാരഥികളൊക്കെ ആ വേദിയിലുണ്ട്. ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനത്തിന് ശേഷം ഇനിയിപ്പോൾ സർട്ടിഫിക്കറ്റ് വിതരണം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായിരുന്നു. വിപിൻ, ഒരുപാട് കെണികൾ, ഒരുപാട് ചതിക്കുഴികളൊക്കെ ഉള്ളൊരു മേഖലയാണ് ഈ വിദേശ പഠനം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കി കുട്ടികളെ കൈപിടിച്ച് എങ്ങനെ അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നത് ചുരുക്കി പറയുകയായിരുന്നില്ലേ എസ് കെ? അതെ, തീർച്ചയായിട്ടും ഇതിൽ ഒരു ലാഭത്തിനൊക്കെ അപ്പുറം അതൊന്നുമല്ല പ്രതീക്ഷിക്കുന്നത്. ഈ സമൂഹ നന്മ എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധയോട് കൂടിയാണ് ഈ 24 സ്റ്റഡി എബ്രോഡ് എന്നുള്ള ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. അതിന് കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. ഓരോ കുട്ടിയും ഇപ്പോൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവർ വിദേശത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വലിയ ചതിക്കുഴികൾ, അല്ലെങ്കിൽ അവർക്ക് അതേക്കുറിച്ച് പരിചയമില്ലാത്തത്, അതിനൊരു മാറ്റം ഉണ്ടാകണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു സംരംഭവുമായി 24 ഇറങ്ങുന്നത്. അതൊരു ജനനന്മ എന്നുള്ളത് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. കാരണം കൂടുതൽ കുട്ടികൾ വിദേശങ്ങളിലേക്ക് പോകുന്നു, അവർക്ക് പഠിക്കേണ്ടത് എവിടെയാണ്, എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് അറിയാതിരിക്കുന്നു എന്നുള്ളതിൽ നിന്ന് ഒരു മാറ്റം വരണം എന്നുള്ളത് കൊണ്ടാണ് 12,000-ഓളം രൂപയൊക്കെ പുറത്ത് കോഴ്സിന് പണമായി വാങ്ങുമ്പോൾ തന്നെ അത് തീർത്തും സൗജന്യമായി നൽകിക്കൊണ്ട് ഈ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. അതിന്റെ ആദ്യത്തെ ബാച്ച് ഇന്നിപ്പോൾ പുറത്തിറങ്ങുകയാണ്. IELTS-ഉം PTE-യും ഉൾപ്പെടെ പഠിച്ചുകൊണ്ട് ഈ കുട്ടികൾ പുറത്തേക്ക് വരികയാണ്. അവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം അല്പസമയത്തിനകം തന്നെ തുടങ്ങും. അതുകൊണ്ട് തന്നെ വലിയ ഒരു സന്തോഷ നിമിഷത്തിലാണ് ഈ വിദ്യാരംഭ ദിവസം നിൽക്കുന്നത് എന്നുള്ളത് SKN പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ ഇന്ന് ഇപ്പോൾ ഈ ഒരു പരിപാടിയുടെ, നമ്മുടെ ഈ സംരംഭത്തിന്റെ ചാൻസലറായിട്ടുള്ള ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ സർ സംസാരിച്ചു. അദ്ദേഹവും പറയുന്നത് അത് ഒരു 4 രാജ്യങ്ങൾ എന്നുള്ളതല്ല, ആ ഒരു വലിയ ലോകത്തെക്കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു മാർഗദർശിയായിട്ട് 24 ഇവിടെ പ്രവർത്തിക്കുന്നു, അതിന്റെ ഭാഗമായി നിൽക്കുന്നു എന്നുള്ളത് അദ്ദേഹം അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ഉദ്ഘാടന ആ ഒരു സെക്ഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കൂടുതൽ പേർ ഇതിൽ സംസാരിക്കാനുണ്ട്. ഒപ്പം തന്നെ അഡ്മിഷൻ എടുത്ത കുട്ടികൾ അവർക്കുള്ള ഒരു സർട്ടിഫിക്കറ്റ് വിതരണം കൂടി ഇന്ന് നടക്കുന്നുണ്ട്. അങ്ങനെ 100 കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വപ്നത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു പ്രൗഢമായ ചടങ്ങിന്, ഒരു അക്ഷരപൂജയ്ക്ക് ഇന്ന് തുടക്കമായിരിക്കുന്നു. അതിന്റെ ചടങ്ങുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇവിടെ നിന്ന് പഠിച്ചതിന് ശേഷം സർവകലാശാലകളിലേക്ക് പ്രവേശനം ലഭിച്ചു കഴിഞ്ഞാലുള്ള ഒരു ആൻഡ്രോയിഡ് ടാബ് അടക്കം സൗജന്യമായി നൽകുന്നു. അങ്ങനെ കൃത്യമായ ദിശാബോധത്തോടു കൂടി ഈ ഒരു ചടങ്ങിന് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഷ്മി, ഓക്കെ. അപ്പോൾ പരിപാടി അങ്ങനെ ഗംഭീരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് അതിൻ്റെ കാര്യകാരണങ്ങൾ എന്ന് ശ്രീ ആർ ശ്രീകണ്ഠൻ നായർ ആ ചടങ്ങിൽ വിശദീകരിക്കുകയും ചെയ്തു.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.